कैसे जी कैसे जी എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ കുംഭമേള എന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് ആ മഹോത്സവവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങളിൽ നമ്മളുടെ പ്രതികരണം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. അതിൽ പെട്ടെന്ന് എല്ലാവരും ഉള്ള ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് തൃശ്ശൂർ എന്നുള്ള ഇവിടെ ശങ്കര പരമ്പരയുടെ, കേരളത്തിലെ ശങ്കര പരമ്പരയുടെ ഒരു ആസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പത്രസമ്മേളനം നടത്താം എന്ന് നിശ്ചയിച്ചത്. അപ്രതീക്ഷിതമായിട്ട് അവിടെ മാഘമഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ യജ്ഞശാലയും അവിടേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2016 തൊട്ട് അവിടെ ഈ പഴയ കാലത്ത് മുടങ്ങിപ്പോയ 250 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ നിർത്തലാക്കിയ മാഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളും അതിൻ്റെ സ്നാനവും ആരതിയും ഒക്കെ 2016 തൊട്ട് അവിടെ നടന്നു വരുന്നതിൻ്റെ ഒരു വിപുലീകരണം, അത് ഈ വർഷം മഹാകുംഭമേളയെ തുടർന്ന് കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള ആ പൂർവ്വമായിട്ടുള്ള പ്രൗഢിയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നവംബർ ആദ്യം തന്നെ ജില്ലാ കളക്ടർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്കും DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് ഒക്കെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ നമ്മൾ നൽകിയിരുന്നു. സർക്കാർ തലത്തിലാണെങ്കിൽ ദേവസ്വം മന്ത്രിയെ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇതിൻ്റെ രക്ഷാധികാരിയാവാൻ ക്ഷണിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സംഘാടനം എന്നുള്ള നിലയിലല്ല എങ്കിൽ പോലും രക്ഷാധികാരിയായിട്ട് എന്നുള്ള നിലയിൽ ഇരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും അവരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. സ്വാഭാവികമായിട്ടും നവംബർ ആദ്യം എന്നുള്ള നിലയിൽ കളക്ടർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കുകളിലാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ, ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്നുണ്ടായത്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടികളും നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ സംവിധാനം, സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്നാണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു മറുപടികൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ കളക്ടറും SP-യും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള മറുപടികളാണ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ യജ്ഞശാല, അതുപോലെ അവിടേക്ക് പോകാനുള്ള താൽക്കാലികമായിട്ടുള്ളത്, അവിടെയാണെങ്കിൽ സർവോദയമേള ഫെബ്രുവരി മാസം നടക്കുന്ന കേളപ്പജിയുടെ ഒരു സമാധിസ്ഥാനം കൂടിയാണ്. അവിടെ നടന്നു വരുന്ന സർവോദയമേളയ്ക്ക് എല്ലാ വർഷവും നിർമ്മിക്കാറുള്ള പാലം ഇത്തിരി കൂടുതൽ മുൻകൂട്ടി നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്തത് മണപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിയന്തര നടപടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ അവിടെ ആ മണപ്പുറം ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം രാജരാജേശ്വരിയുടെ അധിഷ്ഠാനം കൂടിയാണ്. ഈ ത്രിമൂർത്തി സംഗമം എന്നുള്ള രീതിയിലുള്ള ആ ത്രികോണ മധ്യേ രാജരാജേശ്വരി സ്ഥിതി ചെയ്യുന്ന ദിവ്യമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ആ മണപ്പുറം. അവിടെയുള്ള ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അപ്പം അവിടെ ഒരു യജ്ഞഭൂമി എന്നുള്ള രീതിയിൽ വരുന്നതിനെ തടയുകയാണ്. അത് വലിയൊരു തിരക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മാനേജ് ചെയ്യാനും ആ ഒരു സ്ഥലത്തെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ, അത് പോലീസും ഒക്കെ തന്നെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്
അത്തരത്തിലുള്ള രീതിയിൽ സംവിധാനം ചെയ്യണം. അപ്പോൾ നദിയുടെ ഇരുഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ടുള്ള പ്രവേശനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സുഖകരമാകും എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനെയാണ് ഇങ്ങനെ ഒരു തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ആ തടസ്സപ്പെടുത്തുന്നതിൻ്റെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആചാര്യ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അത് മാഘം ഭംഗിയായി നടത്തും എന്നുള്ളതാണ്. ജനുവരി 19-നാണ് അതിൻ്റെ ധർമ്മധ്വജ ആരോഹണം. 16 തൊട്ട് അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്നുള്ള നിലയിലുള്ള ബലി കർമാദികൾ അവിടെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ബലി കർമാദികൾ അവിടെ പിതൃയാനം എന്നുള്ള നിലയിൽ തുടങ്ങും. അത് 16, 17, 18 തീയതികളിൽ. 18-ന് മൗനി അമാവാസിയാണ്. ആ മൗനി അമാവാസിയിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തീകരിച്ച് 19-ന് രാവിലെ 11 മണിക്കാണ് കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർജിയാണ് അതിന് ധർമ്മധ്വജ ആരോഹണം നിർവഹിക്കുന്നത് രാവിലെ 11 മണിക്ക്. അന്ന് തൊട്ട് വേദഘോഷത്തോടു കൂടിയിട്ടുള്ള സ്നാനവും വൈകിട്ട് നിള ആരതിയും അടക്കമുള്ള ചടങ്ങുകൾ അവിടെ നടക്കും. ഫെബ്രുവരി 3 വരെ മകം നക്ഷത്രം വരെ, മാഘമാസത്തെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം വരെ തടയാനുള്ള കാരണങ്ങളൊന്നും ഇപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവരവിടെ പോലീസിനെ കൂട്ടി അവിടെ പണി നടക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ഇതിന് പെർമിഷൻ തരാൻ പറ്റില്ല, നിർത്തിവെക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കത് തരുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർ പറയുമായിരിക്കും. അപ്പം അവിടെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മേളനം അവിടെ നടക്കുന്നത്. അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടാണോ അതോ സർക്കാരിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെടുത്തിരിക്കുന്ന നിലപാടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങൾ, ആ ആധ്യാത്മിക സംഗമത്തിൻ്റെ വലിയൊരു പശ്ചാത്തലം പൂർവികമായിട്ട് ഭാരതത്തിനുള്ളത് ഇത്തരം കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രയാഗ്രാജ് കുംഭമേളയിൽ മുഗൾ ഭരണാധികാരികളും ബ്രിട്ടീഷ് ഭരണാധികാരികളും അന്ന് 3 രൂപ ടാക്സ് നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ നിർത്തലാക്കാൻ നോക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ത്രിവേണി കുംഭ് നടന്നിരുന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ മഹാമണ്ഡലേശ്വരെയും ആ 3000-ഓളം വരുന്ന സന്യാസികളെയും കൊന്നുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് സിക്കന്ദർ ലോധി. കേരളത്തിലാണെങ്കിൽ തന്നെ ഇത് നടന്നിരുന്നത് 270 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർത്തലാക്കിയിട്ടുള്ള സംഗമമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടർച്ച പോലെ ആണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് കളക്ടറുടേതായിട്ടുള്ള സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി. എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും അത് ഹിന്ദുധർമ്മത്തിൻ്റെ ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള പരമ്പരകളുടെ ഒരു ധർമ്മമാണ് മാഘം ചെയ്യുക എന്നുള്ളത്. ആ മാഘം അവിടെ ഭംഗിയായി തന്നെ നടക്കും. അതിൻ്റെ കാര്യക്രമങ്ങൾ നിശ്ചയിച്ച പോലെ തന്നെ നടക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയുടെ തീരുമാനം. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രയാഗ്രാജ് കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ തിരക്ക് അവിടെ ഉണ്ടായേക്കാം എന്നുള്ളത് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ. അത് ശരിക്കും സർക്കാരിൻ്റെയൊക്കെ കൂടി ഒരു സഹകരണത്തോടു കൂടിയും മേൽനോട്ടത്തോടും കൂടിയൊക്കെയാണ് നടക്കേണ്ടത്. പക്ഷെ അതൊക്കെ സംഘാടക സമിതി സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്യുക എന്നുള്ള നിലയിലാണ് നമ്മളവിടെ ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ആ തിരക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിശാലമായിട്ടുള്ള മണപ്പുറം, ഏകദേശം ഒരു 50 ഏക്കർ അധികമുള്ള മണപ്പുറമാണ് ഈ നദിയുടെ അവിടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ തിരക്കിനെ മുഴുവൻ നിയന്ത്രിക്കാം, ഭംഗിയായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആ സംവിധാനത്തെ തടഞ്ഞുകൊണ്ട്
ആ ക്രൗഡ് മാനേജിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ തടഞ്ഞുകൊണ്ട് അവിടെ തിരക്കുകൊണ്ട് ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ മറ്റുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കൂടിയാണോ കളക്ടർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളതും നമുക്ക് സംശയമുണ്ട്. ഏകദേശം പാലത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഒരു 70-80% പൂർത്തിയായിരുന്നു. പന്തലിൻ്റെ അല്ല, പന്തൽ അവിടെ യജ്ഞശാലയാണ്. അതിപ്പോൾ 2-3 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതല്ല. അവിടെ പ്രധാനമായിട്ട് ആ മണപ്പുറം വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം അത് അവിടെ കാട് പിടിച്ച് അല്ല, അവിടെ എല്ലാവരും പോലീസും ഒക്കെ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നമ്മളതിൻ്റെ ഒരു സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ കൂടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടി ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വൈകിട്ടാണ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരുന്നപ്പോൾ നമ്മളുടെ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം അതുവരെ പോലീസും ഈ റവന്യൂ അധികാരികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്താ തുടങ്ങാത്ത ചെയ്യൂ, എത്രയും പെട്ടെന്ന് സമയം വരുമല്ലേ, തിരക്ക് വരുമല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. 26 മുതൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കളക്ടറുമായിട്ട് നമ്മുടെ സംഘാടക സമിതി ഭാരവാഹികൾ നിരന്തരം എല്ലാ ദിവസവും എന്നതുപോലെ തന്നെ കളക്ടറായിട്ടും ഈ അധികാരികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും പ്രാദേശികമായിട്ടുള്ള പോലീസും പ്രാദേശികമായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ എല്ലാ ദിവസവും അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥന്മാര്, KSRTC എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ അവർക്ക് കാശ് ഉണ്ടാവുന്നതും വരുമാനം ഉണ്ടാവുന്നതുമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെയിൽവേയിൽ നിന്ന് പ്രത്യേക വണ്ടിയും സ്റ്റോപ്പും തിരുനാവായ എല്ലാ വണ്ടികൾക്കും സ്റ്റോപ്പിലുള്ള അപേക്ഷ പോയി അത് പരിഗണിച്ചുകൊണ്ടുള്ള കോളുകൾ നമുക്ക് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടി. ഇന്നോ നാളെയായിട്ട് അത് ഓർഡറാവും. അപ്പോൾ നമ്മൾ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി, പഞ്ചായത്ത്, പോലീസ്, ജില്ലാ പോലീസ് മേധാവി, DGP, ആരോഗ്യ വിഭാഗം, DMO, എല്ലാ DMOമാർക്കും കത്ത് പോയിട്ടുണ്ട്. നിങ്ങളുടെ സഹായം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വെള്ളം ആവശ്യത്തിന് തരണം എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സഹകരിക്കാൻ KSEB അവർ കറണ്ട് തരാൻ തയ്യാറാണെന്ന് നമ്മളോട് വാക്കാൽ പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂടെ നിർത്തി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ക്രൗഡ് അവിടെ വന്ന് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണോ എന്നറിയില്ല. ഇനി അങ്ങനെ ഒരു ക്രൗഡിൻ്റെ പുറകിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദി സർക്കാരാണ് അഥവാ ജില്ലാ ഭരണകൂടമാണ്. കാരണം നമ്മളതിനെ ഒഴിവാക്കാനുള്ള എല്ലാ പരിശ്രമം ചെയ്യുമ്പോൾ അത് തടയിടുമ്പോൾ ഇനി ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും അവിടെ ഉണ്ടാകുന്ന എല്ലാത്തിനും ഉത്തരവാദി സർക്കാരാണ്. അല്ല, പെട്ടെന്നൊരു ഇടപെടലല്ല. നമ്മളിതിൻ്റെ ഒരു ക്രോണോളജി പരിശോധിക്കുമ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഇടപെടലല്ല, ബോധപൂർവം. കാരണം സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനൊരു കാര്യം നടക്കുന്നതിന് കളക്ടർക്ക് ഒരു കത്ത് കൊടുത്താൽ കളക്ടർ ഉടനെ തന്നെ അങ്ങേയറ്റം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇതിന്റെ ചുമതല കൊടുക്കും, ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക്. പിന്നെ ആ ഉദ്യോഗസ്ഥന്മാരാണ് സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടേതായിട്ടുള്ള അതിന്റെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇതിന്റെ വ്യവസ്ഥകളെയും ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുക. അതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും ആലുവ ശിവരാത്രിക്കൊക്കെ ആണെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും കളക്ടറുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. അപ്പം അത് അവസാന നിമിഷം വരെയായിട്ടും ചെയ്യാതിരിക്കുന്നതിൽ തന്നെ ബോധപൂർവമായിട്ടുള്ള വളരെ മുൻകൂട്ടി തന്നെയുള്ളൊരു പ്ലാനിങ് ഇത്തരം കാര്യങ്ങൾ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും അപകടത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. നിശ്ചയിച്ച പരിപാടികളിലൊന്നും മാറ്റമില്ല. ഇതിന് തിരൂർ RTO ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. കോർഡിനേഷൻ കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മാസം 17-ാം തീയതി, ഡിസംബർ 17-ന് അവര് ഒന്നിച്ചിട്ട് നമുക്ക് സ്ഥലം സന്ദർശിക്കാം. അപ്പോൾ ഈ ഇലക്ഷൻ കഴിയട്ടെ, ആ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് കുറച്ച് തിരക്കാണ്, ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തുടർ നടപടികളൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ദിവസം 50,000-ഓളം പേരൊക്കെ എത്തിച്ചേർന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ ഏകദേശം അനുമാനിക്കുന്നത്. എന്താ അല്ല, മുമ്പൊക്കെ അവിടെ പ്രാദേശികമായിട്ട് വളരെ ചെറിയ രീതിയിലാണ് നടന്നത്. 5,000, 6,000, 7,000 പേരൊക്കെ പങ്കെടുക്കുന്നു. 10,000 വരെയൊക്കെ അവിടെ വാവ് ബലിക്കൊക്കെ 50,000, 60,000 ആളുകൾ എല്ലാ വർഷവും വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഈ പഴയ കാലത്ത് ഈ മഹാമഖം നടന്നിരുന്നത് ഈ മണപ്പുറത്താണ്.
അപ്പോൾ ആ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ നിന്നുകൊണ്ട്, കാരണം അവിടെ ഒരു 5 ലക്ഷം പേരെത്തിയാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത മണപ്പുറമാകും. കാരണം അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് അതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ തിരക്കിനെ വളരെ ഭംഗിയായി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിയിരുന്നത്. അത് ഓരോ ഘട്ടത്തിലും ജില്ലാ ഭരണകൂടവും ഒക്കെയായിട്ട് ചർച്ച ചെയ്തും അവരെന്ത് പറയുന്നു അതിന് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ ചെയ്യൂ നടക്കട്ടെ, നമ്മൾ ഇലക്ഷൻ്റെ തിരക്കാണ്, അങ്ങനെയുള്ള തിരക്കുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നീട്ടിക്കൊണ്ട് പോയിരുന്നത്. പക്ഷെ ആ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കിപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഡിസംബർ 26 മുതൽ അവിടെ 5 JCB-കൾ ഈ പുഴക്കര വൃത്തിയാക്കുന്നുണ്ട്. അത് ഏകദേശം മിനിഞ്ഞാന്ന് വരെ ഉണ്ട്, ഒരു എതിർപ്പുമില്ല. അത്രയും സ്ഥലം നമ്മൾ വൃത്തിയാക്കുമ്പോഴും ഇവർക്ക് പറയാം ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. പാലം പണി ഏകദേശം 70% പൂർത്തിയായി, അപ്പോഴും അവർക്ക് എതിർപ്പില്ല. എതിർപ്പില്ല എന്ന് മാത്രമല്ല, അവർ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു വേഗം തീർക്കും, വേഗം എന്നുള്ളത് അവര് പറയും. വില്ലേജ് ഓഫീസർ അതില് മറ്റേ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഇതൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് സമീപത്തും നിർമ്മാണം നടത്താൻ പാടില്ല, പുഴയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റോപ്പ്. വേറെ ഒന്നുമില്ല, കാരണമൊന്നും അതില്ല, നോട്ടീസൊന്നും പറഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. തിരുനാവായ വില്ലേജ്, തിരുനാവായ അംശം ദേശം, സർവേ നമ്പർ 457, പുറമ്പോക്ക് ഭൂമി, ഭാരതപ്പുഴ കയ്യേറി അനുമതിയില്ലാതെ പാലം നിർമ്മിക്കുന്നതിന് പുഴയിലേക്ക് JCB ഇറക്കി പുഴ നിരപ്പാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എത്ര ദിവസം കഴിഞ്ഞിട്ട്? ആയത് കേരള നദീതീര സംരക്ഷണ നിയമം 2001 ലംഘനമാണ്. ആയത് കുറ്റകരവും പിഴയും ചുമത്താവുന്ന കുറ്റമാണ്. ആയതിനാൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് താങ്കളുടെ പ്രസ്തുത പ്രവൃത്തി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ തടഞ്ഞുകൊണ്ട് ഇതിനാൽ ഉത്തരവാകും. ഈ 4 വരിയാണ് വില്ലേജ് ഓഫീസറുടെ. നവംബർ മാസം ആദ്യമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കളക്ടറെ സമീപിക്കുന്നത്. നവംബർ 14. അപ്പം അന്ന് കളക്ടർ നമുക്ക് പറയുന്നൊരു കാര്യം, നിങ്ങൾ കാര്യങ്ങൾ നടത്തൂ, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നടപടികൾക്ക് കടക്കാമെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ അവസാന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അത് നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇപ്പം അവിടെ ഭാരതപ്പുഴയിൽ തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ മുസ്ലിം വിഭാഗങ്ങളുടെ സമ്മേളനം നടക്കുന്നത്. ഇവിടെ മാരാമൺ കൺവെൻഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മണപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മഹാമഖം നടന്നിരുന്ന ഭൂമിയുമാണ് പൗരാണികമായിട്ട്. ഭാരതപ്പുഴയിൽ ഇത് രാജരാജേശ്വരിയുടെ അധിഷ്ഠാന ഭൂമി കൂടിയാണ്. ഇന്ന് ഡേറ്റ് 13. 10-ാം തീയതി അതുപോലെ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളവിടെ വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു. ഇറക്കിയിട്ട് പൂർവ്വസ്ഥിതിയിൽ ഞങ്ങളത് കഴിഞ്ഞിട്ട് മാറ്റി തരാമെന്ന്. അവരുടെ മറുപടിയിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഈ മഹോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൽ നിന്നോ ജില്ലാ ഭരണകൂടത്തിൽ നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നോ യാതൊരു അറിയിപ്പും നാളെ ഇതുവരെ ഈ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല. ആയതിനാൽ ലഭ്യമാകുന്ന മുറയ്ക്ക് ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് താങ്കളുടെ അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കുന്നതാണെന്ന വിവരം അറിയിക്കും. ഇത് തരുന്നത് 11-ാം തീയതി. അപ്പോൾ അവർ വാക്കാൽ പറഞ്ഞു ഞങ്ങളിങ്ങനെ കത്ത് തന്നു എന്നുള്ളതുള്ളൂ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോളൂ. തിരുനാവായ ഗ്രാമപഞ്ചായത്തിനും നിങ്ങൾ പാലം കെട്ടിക്കോ. സാധാരണ സർവോദയ മേളയ്ക്കൊക്കെ പഞ്ചായത്തിൻ്റെ അനുമതിയാണ്, പഞ്ചായത്താണ് അനുവദിക്കേണ്ടത്. ഇത് വില്ലേജ് ഓഫീസർ ഉപയോഗിച്ചിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കളിക്കുന്ന ഒരു കളി. അവിടെ എല്ലാ വർഷവും സർവോദയ മേളയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന പാലാണ്. അത് പഞ്ചായത്ത് നമ്മളോട് സഹകരിച്ച് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം കളക്ടർ ഫോണിൽ വിളിച്ച് ഒരു തരത്തിലുള്ള സഹകരണം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു എന്നുള്ള നിലയ്ക്കുള്ള ഇൻഫർമേഷനാണ് സെക്രട്ടറി പങ്കുവച്ചത്, പഞ്ചായത്ത് സെക്രട്ടറി. ഇതിൽ മാഘത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. അത് മാഘം അവിടെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. അത് ഗവർണർ പങ്കെടുക്കും. അതൊക്കെ പ്രോഗ്രാം ഇത് വന്നു കഴിഞ്ഞു, പ്രോട്ടോകോൾ വന്നു കഴിഞ്ഞു, എല്ലാം വന്നു. അവർ ബാക്കി കാര്യം VIP ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ പങ്കെടുക്കും. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് അതിൻ്റെ പ്രോട്ടോകോളും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ
കമ്മ്യൂണിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊതുവിൽ ഇത്തരത്തിലുള്ള മേളകളൊക്കെ അങ്ങനെയാണ്. സ്നാനത്തിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല VIP-കളും എത്തിച്ചേരും. ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഒരു തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു ഇതുണ്ടായത്. ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം.